കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയ് തോമസ് ആനത്തോട്ടം, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് വെള്ളരിങ്ങാട്ട്, പാലാ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ ജേക്കബ് തോപ്പിലവർഗ, അതുപോലെ സംസ്ഥാന വനിതാ വിങ് ഭാരവാഹി ശ്രീമതി ഫാത്തിമ തുടങ്ങിയ ആം ആദ്മി പാർട്ടിയുടെ സന്നദ്ധ സേവകർ, അരവിന്ദ് കേജ്രിവാൾ എന്ന ഒരു മനുഷ്യൻ എങ്ങനെ ജയിലിനുള്ളിലായി എന്ന ഒരു ചോദ്യം ഇന്നും ഒരു കടങ്കഥയായി അവശേഷിക്കുകയാണ്. കാരണം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന കള്ളപ്പണ നിരോധന നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് തീവ്രവാദം, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ രാജ്യസുരക്ഷയെ മാത്രമല്ല ലോകത്തിന്റെ ആകെ സുരക്ഷയെ ബാധിക്കുന്ന അത്യന്തം ഗൗരവമായ കുറ്റകൃത്യങ്ങളെ തടയുന്നതിന് വേണ്ടിയാണ്. ഈ നിയമം പ്രാബല്യത്തിലായിട്ട് വർഷങ്ങളായി. പക്ഷേ ഏതൊരു ആയുധത്തെയും പോലെ ഈ നിയമത്തെയും ദുരുപയോഗിക്കാം എന്നതിൽ ഗവേഷണം നടത്തി കണ്ടുപിടിച്ച് അതിനെ വിജയിപ്പിച്ച ഒരു കിരാത ഭരണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദികളെയും മയക്കുമരുന്ന് കടത്തുകാരെയും കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമത്തിൽ 2022 ഭേദഗതി വരുത്തി പണം സംബന്ധിച്ച് ഏത് കേസിലും ഈ നിയമം ഉപയോഗിക്കാം എന്നൊരു വകുപ്പ് വരുത്തിയപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21, അതുപോലെ തന്നെ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ആണിക്കല്ലായ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ ഇടയാകരുത് എന്ന അടിസ്ഥാന തത്വം ഇവയെല്ലാം മറന്നുകൊണ്ടാണ് അന്ന് ആ ഭേദഗതി ഇവിടെ നടപ്പിലാക്കിയത്. സുപ്രീം കോടതി, ഇപ്പോഴത്തെ സുപ്രീം കോടതി ജഡ്ജിയായ ശ്രീ ഗവായ് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, ഏത് ആയുധമായാലും അത് അതിന്റെ ഉദ്ദേശശുദ്ധിക്കനുസരിച്ച് ഉപയോഗിക്കും. നിങ്ങളൊരു ആയുധത്തെ ദുരുപയോഗം ചെയ്താൽ ആ ആയുധത്തിന്റെ പ്രയോജനം ഇല്ലാതാക്കേണ്ടി വരും. ആ ആയുധം നമുക്ക് നിരോധിക്കേണ്ടി വരും. നമുക്കിവിടെ തോക്കുകളുണ്ട്. തോക്ക് എന്തിനാണ്? നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനാണ്. ആ തോക്ക് നമ്മുടെ പൗരന്മാർക്ക് നേരെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആ തോക്ക് അതിന്റെ ലക്ഷ്യം മറികടന്നിരിക്കുന്നു. ആ തോക്കിനെ നമുക്ക് എതിർക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ ഒരു കറിക്കത്തി ഉണ്ട്. ആ കറിക്കത്തി നമ്മൾ അടുക്കളയിൽ കറി അരിയാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കത്തിയുടെ ഉപയോഗം നല്ലതാണ്. എന്നാൽ ആ കത്തി ഒരു കള്ളൻ രാത്രിയിൽ കടന്നു കയറി ആ വീട്ടുകാരന്റെ കഴുത്തിൽ വെക്കാനാണ് ആ കത്തി ഉപയോഗിക്കുന്നതെങ്കിൽ ആ കത്തിയുടെ ഉപയോഗം ദുരുപയോഗമാണ്. ആ ദുരുപയോഗിക്കുന്നയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിടേണ്ടി വരും. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? തുറമുഖം തുടങ്ങി തുറമുഖത്തോടെ ടൺ കണക്കിന് മയക്കുമരുന്നുകൾ വന്ന അദാനി സ്വന്തം സൈറ്റിൽ പ്രധാനമന്ത്രിയുടെ തോളിൽ കൈയിട്ട് നടക്കുമ്പോൾ ED എൻഫോഴ്സ്മെന്റ് എവിടെ? മയക്കുമരുന്ന് കടത്തിന് തടയാനുണ്ടാക്കിയ PMLA നിയമം എന്ത് ഉറങ്ങിപ്പോയി? എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ എവിടെ? അവർ ഉറങ്ങിപ്പോയോ? ടൺ കണക്കിന് മയക്കുമരുന്ന്, കണ്ടെയ്നർ കണക്കിന് മയക്കുമരുന്ന് ഒരാളുടെ തുറമുഖത്തിലൂടെ കടന്നു വരുമ്പോൾ എന്തേ ഒരു അന്വേഷണം പോലും ഇല്ലാതായി? ഇവിടെ നമുക്കറിയാം, മണിപ്പൂരിൽ എന്താണ് മണിപ്പൂർ കലാപം? എന്തിനാണ് പാവപ്പെട്ട കുക്കി ആദിവാസി ജനതയെ ആ മണിപ്പൂരിന്റെ മലനിരകളിൽ നിന്നും ഒഴിപ്പിക്കാനായി അവിടെ കലാപം അഴിച്ചുവിട്ടത് എന്തിനു വേണ്ടിയാണ്? അവിടെ ഖനനം നടത്തണം. ആർക്ക്? അദാനിക്ക് ഖനനം നടത്താൻ വേണ്ടി ജനങ്ങളെ മതത്തിന്റെയും വംശത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ തമ്മിലടിപ്പിച്ച് അവരെ ആ മലനിരകളിൽ മരിച്ചു വീണ് ഈയാമ്പാറ്റകളെ പോലെ ആ ജനങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ പിതാക്കളും മാതാപിതാക്കളും മരിച്ചു വീണത് എന്തിനു വേണ്ടി?
അവിടെ ഒരു ധനാട്ടിന് ഖനനം നടത്തണം. അവിടുന്ന് പ്ലാറ്റിനം ഖനനം നടത്തി അയാൾക്ക് വീണ്ടും ലോകത്തിലെ 1-ാം നമ്പർ പണക്കാരനേക്കാളും വലിയ പണക്കാരനാകണം. അതിനുവേണ്ടി ഇത്രയും ജനങ്ങളെ കൊരുതി കൊടുത്തപ്പോൾ ED എവിടെ പോയി? CBI എവിടെ പോയി? ആ സംസ്ഥാനത്തെ പോലീസ് എവിടെ പോയി? നമ്മൾ ഓർക്കണം, ആ ജനങ്ങളെ കുരുതി കൊടുക്കാനായിട്ട് ഉപയോഗിച്ചത് നമ്മുടെ അതിർത്തി കാക്കാനായിട്ട് നമ്മൾ നികുതി പണം കൊടുത്ത് വാങ്ങിവെച്ച പട്ടാളത്തിന്റെ തോക്കുകളാണ് ഈ കലാപകാരികൾക്ക് കൊടുത്ത് ഈ ജനങ്ങളെ കുരുതി കൊടുത്തത്. അപ്പോൾ ഇവിടുത്തെ നിയമങ്ങള്, ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി എവിടെ പോയി? ഇവിടുത്തെ പ്രധാനമന്ത്രി എവിടെ പോയി? ഈ കർമ്മങ്ങൾക്ക് മൗന സമ്മതം നൽകിയവർക്കെതിരെ എന്തേ ഒരു കേസ് ഉണ്ടായില്ല? നമ്മളെ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇവര് പോർട്ടുകൾ ഉണ്ടാക്കുന്നു, തുറമുഖങ്ങൾ ഉണ്ടാക്കുന്നു, റോഡുകൾ ഉണ്ടാക്കുന്നു, വിമാനത്താവളങ്ങൾ ഉണ്ടാക്കുന്നു. ഈ കാര്യം തന്നെയാണ് ബ്രിട്ടീഷുകാരും ചെയ്തത്. അവരും തുറമുഖം ഉണ്ടാക്കി. എന്തിനാണ്? ഇന്ത്യയിൽ നിന്നും വിലപിടിപ്പുള്ള മലഞ്ചരക്കുകളും തടികളും കടത്തിക്കൊണ്ടുപോകാൻ. അതേപോലെ ഇന്ത്യയിലെ തുറമുഖം ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഇന്ത്യയിലെ മലനിരകളിൽ നിന്ന് പാവപ്പെട്ട ആദിവാസികളെ ഒഴിപ്പിച്ച് അവിടെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് കുഴിച്ചെടുത്ത കൽക്കരി അദാനിക്ക് ഇന്ത്യയിൽ നിന്നും കടത്തി വിദേശത്ത് കൊണ്ടുപോയിട്ട് അതേ കൽക്കരി തിരിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന് 4 ഇരട്ടി വിലയ്ക്ക് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ച് ഇത്രയും വലിയൊരു അഴിമതി നടത്തിയിട്ട് ഇന്ത്യയിലെ CBI എവിടെ പോയി? ED എവിടെ പോയി? അന്വേഷണ സ്ഥാപനങ്ങൾ, ഇൻകം ടാക്സ് എവിടെ പോയി? ഇത്രയും വൻ കോടിക്കണക്കിന്, ശതകോടിക്കണക്കിന് ലോകത്തിലെ 3-ാം നമ്പർ പണക്കാരനായ ഒരു മനുഷ്യൻ എത്ര രൂപ ഇൻകം ടാക്സ് അടച്ചു എന്ന് ഇന്ത്യയിലെ ഇൻകം ടാക്സ് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ഇതെല്ലാം നമുക്ക് ഓർമ്മ വേണം. അഴിമതിക്കെതിരെ എന്ന് പറയുന്ന ഈ കാടഭരണം, ഇവരുടെ അഴിമതിക്കെതിരെ എന്നുള്ള പറച്ചിൽ വേശ്യയുടെ സന്മാർഗ പ്രസംഗം മാത്രമാണ്. ഈ കള്ളന്മാരെ കണ്ണുപൊട്ടുന്ന നുണ പറയുന്ന ഇവരെ ഇനി വീണ്ടും ഭരണത്തിൽ വരാതെ നമ്മൾ അവരെ ഒരർത്ഥത്തിൽ പോലും എത്തിക്കാതെ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.